ഈ ഒരു ഫാർമസി പ്രൊഡക്റ്റിനെ പറ്റി കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ മുന്നേ യൂസ് ചെയ്തവരാണോ? അല്ലെങ്കിൽ സ്റ്റിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തുതരാം. അപ്പം ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വലിച്ചു നീട്ടാണ്ട് കാര്യങ്ങളിലോട്ട് പോവാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സ്കിൻ ലൈറ്റ് അല്ലെങ്കിൽ സ്കിൻ ഷൈൻ വെലൈറ്റ് പോലത്തെ ഒരു ഓയിൻമെൻറ്റ് അല്ലെങ്കിൽ ക്രീംസ് നമുക്ക് ടോപ്പിക്കലി അപ്ലൈ ചെയ്യാനുള്ളത് തന്നെയാണ്. പക്ഷേ അത് നമ്മുടെ ഒരു സ്കിൻ കെയറോ അല്ലെങ്കിൽ ഒരു കോസ്മെറ്റിക് പ്രൊഡക്റ്റോ അല്ല എന്നുള്ളത് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കുക. പിന്നത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ജസ്റ്റ് ഒരു സ്കിൻ കെയർ ആയിട്ട് കൊണ്ട് നടക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല ഇത്. ഇതിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത് സ്റ്റിറോയിഡ്സ് ആണ്. അതായത് ഹൈഡ്രോക്വിനോൺ ആണെങ്കിലും അതുപോലെ മൊമറ്റസോൺ ആണെങ്കിലും ട്രെറ്റ്നോയിൻ ആണെങ്കിലും ഒക്കെ നമ്മുടെ സ്കിന്നിന് ഇറിറ്റേഷൻസ് ഒക്കെ വരാനായിട്ട് നല്ല ചാൻസസ് ഉള്ള ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ ഇത് എന്തുകൊണ്ടാണ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചില കണ്ടീഷൻസിൽ, അതായത് നമുക്ക് മെലാസ്മ, അതുപോലെ ഫ്രിക്കിൾസ്, ഡാർക്ക് സ്പോട്ട്സ്, ആക്നെ സ്കാർസ് ഒക്കെ ഉള്ള രീതിയിൽ നമുക്ക് ഡോക്ടർ ഇത് കോമൺലി പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണ്. പക്ഷേ നിങ്ങൾ ആരും നോട്ടീസ് ചെയ്യാത്തൊരു കാര്യമുണ്ട്, എല്ലാ ഡോക്ടേഴ്സും ഇതൊരു ഷോർട്ട് ടേമിലായിരിക്കും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് തന്നിട്ടുണ്ടാവുക. പക്ഷേ നമ്മൾ വീണ്ടും അത് റിയൂസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും, അതൊരു ലോങ് ടേമിലോട്ട് മാറ്റും. അപ്പം എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സഡൻലി നമ്മളത് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുക. മനസ്സിലായില്ലേ? അതായത് നമ്മുടെ സ്കിന്നിൽ ഫ്രിക്കിൾസ് വരാൻ സ്റ്റാർട്ടാവും. നമ്മളൊരു സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ടോൺ ഒരിക്കലും ഇമ്പ്രൂവ് ആവല്ല ചെയ്യുക, അത് കുറയാണ് ചെയ്യുക. നമ്മളൊരു ഷെയ്ഡ് അല്ലെങ്കിൽ 2 ഷെയ്ഡൊക്കെ ഡാർക്ക് സൈഡിലോട്ട് പോകാനായിട്ട് ചാൻസസ് ഉണ്ട്. അതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ നല്ല രീതിയിൽ സ്കിന്നിൽ ഇറിറ്റേഷൻസ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. റെഡ്നെസ് വരും, ഇൻഫ്ലമേഷൻസ് വരും, പിന്നെ അങ്ങനെ ഒരുപാട് എക്സസിമ പോലത്തെ സ്കിൻ കണ്ടീഷൻസ് വരെ വരാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സ്കിന്ന് ഭയങ്കര തിന്നാവാനും സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ്ലി വെയിലൊക്കെ പോകുന്ന സമയത്ത് UV റേസ് ഒക്കെ പെട്ടെന്ന് സ്കിന്നിലോട്ട് അബ്സോർബ് ആയിട്ട് നമുക്ക് വളരെ സിവിയർ ആയിട്ടുള്ള സ്കിൻ കണ്ടീഷൻസൊക്കെ വരാൻ ചാൻസസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇനി അത് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം അവരുടെ പ്രിക്കോഷൻസും കാര്യങ്ങളും അനുസരിച്ച് നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ ഇത് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നവരാണ്, അണ്ടർ ദ ഡെർമറ്റോളജിസ്റ്റിൻ്റെ കീഴിൽ നിങ്ങൾ ഇത് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്ത് പോകും SPF 50 ഉള്ള സൺസ്ക്രീൻ മസ്റ്റായിട്ടും യൂസ് ചെയ്യുക. ഇല്ലയെന്നുണ്ടെങ്കിലും നിങ്ങളുടെ സ്കിന്ന് വളരെ മോശമായിട്ട് എഫക്റ്റ് ആവാനൊക്കെ ചാൻസസ് ഉണ്ട് കേട്ടോ. വളരെ മോശമായിട്ട് മാറും. ഇതിൻ്റെ ഒരു യഥാർത്ഥ എത്ര ആൾക്കാർ ഇത് മിസ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്, മെലാസ്മ ഇല്ലാത്ത നമ്മുടെ സ്കിന്ന് ഫെയർ ആവണം എന്ന് വിചാരിച്ചിട്ട് കുറേ സ്കൂൾ ഗേൾസ് അല്ലെങ്കിൽ കോളേജ് ഗോയിങ് ഗേൾസൊക്കെയാണ് ഇത് കൂടുതലും എൻ്റെ അടുത്ത് വന്നിട്ടും വേണമെന്ന് ആവശ്യപ്പെടാറ്. ഞാനൊരു ഫാർമസിസ്റ്റാണ്, ഫാർമസിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ഞാനും ഇത് ഇത്ര ഗൗരവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം അവർക്ക് ഇതിനെപ്പറ്റി എന്താണെന്ന് പോലും, അതിലുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് പോലും അവർക്ക് കറക്റ്റായിട്ട് അറിയില്ല. പക്ഷേ അവർക്കറിയാം ഇതൊരു ഫെയർനെസ് ക്രീമാണ്. എവിടെ നിന്നാണ് കിട്ടിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത സമയത്ത് കിട്ടി, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞറിഞ്ഞു എന്നത് മാത്രമേ അറിയുള്ളൂ. മാത്രമല്ല അവർ പറയുന്നത് നമുക്ക് ഓൺലൈനായിട്ടൊക്കെ ഇത് മേടിക്കാൻ കിട്ടുന്നുണ്ടല്ലോ, അതുപോലെ ഒരുപാട് ക്രീംസ് നിങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ ഒരു ക്രീമല്ലേ, അപ്പം എന്താണ് പ്രശ്നം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പലർക്കും ഇപ്പോഴും സ്റ്റിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റാണ് അല്ലെങ്കിൽ ഒരു കോസ്മെറ്റിക് പ്രൊഡക്റ്റാണെന്നുള്ളതാണ്. പക്ഷേ അല്ല, അതൊരു ബിഗ് നോയാണ്. ഒരിക്കലും ഒരു നോർമലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോസ്മെറ്റിക് പ്രൊഡക്ട്സ് അല്ല. ഇതിൽ വളരെ ആക്റ്റീവ്സ് അടങ്ങിയിട്ടുണ്ട്. അതായത് ഹൈഡ്രോക്വിനോൺ, അതുപോലെ മൊമറ്റസോൺ, ട്രെറ്റ്നോയിൻ പോലത്തെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഒക്കെ നല്ല രീതിയിൽ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിലുള്ള കണ്ടൻസ് ആണ് ഞാൻ പറഞ്ഞതൊക്കെ. അത് നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നെ ഡാമേജ് ചെയ്യും. പിന്നെ എങ്ങനെയാണ് ഡോക്ടർ ഇത് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്, എങ്ങനെയാണ് ആളുകൾ ഇത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സിവിയർ ആയിട്ടുള്ള കുറച്ച് കണ്ടീഷൻസ്, സ്കിൻ കണ്ടീഷൻസ് വരുമ്പം ഡോക്ടർ സജസ്റ്റ് ചെയ്ത് കൊടുക്കും. അതും ഒരു ലോങ് ടേമിലോട്ടല്ല നമ്മളിത് സജസ്റ്റ് ചെയ്യുക, ഒരു ഷോർട്ട് ടേമിലായിട്ടാണ് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് തരിക. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർ അവിടുന്ന് സ്റ്റോപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ പോലും മേ ബി ചില ആൾക്കാരെങ്കിലും അതിൻ്റെ റിസൾട്ട് കണ്ടിട്ട് ഓക്കെ ഞാനൊരു 1 to 2 ഷെയ്ഡ്സ് ഒക്കെ ഒന്ന് ഫെയർ ആയിട്ടുണ്ട്, ഒന്ന് സ്കിൻ കളർ ഇമ്പ്രൂവ് ആയിട്ടുണ്ടല്ലോ, സോ നമുക്കിനി ഡോക്ടറിൻ്റെ അടുത്ത് പറയാണ്ട് തന്നെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നിട്ട് മേടിക്കും. ഇതൊരു OTC ഡ്രഗാണ്, അതായത് നമുക്ക് പ്രിസ്ക്രിപ്ഷൻ ഒന്നും വളരെ മസ്റ്റ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ഒന്നും അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളിത് കോമൺ ആയിട്ട് കൊടുക്കും. അപ്പോൾ വീണ്ടും ഇവരിത് യൂസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഡേ നമ്മളിത് സ്റ്റോപ്പ് ചെയ്യും. സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക, നമ്മുടെ റിവേഴ്സായിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ കളർ പോവും. നമ്മൾ ഏതാണോ സ്കിൻ കളർ ഉണ്ടായിരുന്നത് അതിൻ്റെ 2 ഷെയ്ഡ് ഡാർക്കർ സൈഡിലോട്ടാണ് നമ്മളിത് പോവുക. മാത്രമല്ല ഷെയ്ഡ് പോകുന്നത് മാത്രമല്ല നമ്മുടെ സ്കിന്ന് വളരെ തിന്നാവും. നമുക്ക് പുറത്ത് പോലും ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ സൺബേണും കാര്യങ്ങളൊക്കെ സ്കിന്നിൽ എഫക്റ്റ്
അഫക്റ്റ് ആവാനൊക്കെ ചാൻസസ് ഉണ്ട്. സോ എനിക്ക് പറയാനുള്ളത്, ഫെയർനെസ് എന്ന് പറയുന്ന ആ ഒരു ഇതിലോട്ട് നിങ്ങൾ പോവാണ്ട് നിങ്ങളുടെ സ്കിന്ന് എപ്പോഴും ഹെൽത്തി ആക്കി വെക്കാനായിട്ട് വിചാരിക്കുക, അല്ലെങ്കിൽ ശ്രദ്ധിക്കുക. അപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ബ്യൂട്ടി, നമ്മുടെ ഒരു കളർ എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടീനെ ഡിഫൈൻ ചെയ്യുന്ന ഒന്നൊന്നുമല്ല. ഒരുപാട് കളേഴ്സിൽ 2 കളേഴ്സാണ് കറുപ്പ് വെളുപ്പ് എന്നൊക്കെ പറയുന്നത്. നിങ്ങളതിനെ വലിയ കാര്യമാക്കിയിട്ട് നിങ്ങളുടെ സ്കിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡിയൊന്നും ഡാമേജ് ആക്കാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കുക, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ തന്നെ നിങ്ങൾ ഓൾവേസ് ബ്യൂട്ടിയാണ് കേട്ടോ. അപ്പോൾ ബൈ.